കർത്താവിന് നിന്നെ ഇഷ്ടപ്പെടണമെങ്കിൽ, കർത്താവിന് നിന്നോടൊരു സ്നേഹം തോന്നണമെങ്കിൽ നീ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. തിന്മയെ, പാപത്തെ പരിപൂർണമായിട്ട് വെറുക്കണം. തിന്മയിൽ നിന്ന് അല്ലെങ്കിൽ പാപത്തിൽ നിന്ന് ഓടി അകലുന്നവരല്ല, തിന്മയെ പാപത്തെ മൈൻഡ് ചെയ്യാത്തവരല്ല, തിന്മയെയും പാപത്തെയും വെറുക്കുന്നവരെ, തിന്മയെ ദ്വേഷിക്കുന്നവരെ, അവരെയാണ് കർത്താവ് ഇഷ്ടപ്പെടുന്നത്. അവരോടാണ് കർത്താവിന് എപ്പോഴും ഒരു സ്നേഹം തോന്നുന്നത്. തിന്മയെ സ്നേഹിക്കുകയും അതിൻ്റെ സുഖങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് യാതൊരു ദൈവാനുഗ്രഹം കിട്ടത്തില്ല. കാരണം അവർ തിന്മയുടെ ശക്തികളെ ആരാധിക്കുന്നവരാണ്. പിന്നെ വേറൊരു കൂട്ടരുണ്ട്, തിന്മയോടൊരു തണുത്ത മനോഭാവം കാണിക്കുന്ന ആൾക്കാർ. അതായത് അവർക്ക് തിന്മയോട് സ്നേഹമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവർക്കുണ്ടാകത്തില്ല. ഇനി തിന്മയോട് വെറുപ്പുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും അവർക്കുണ്ടാകത്തില്ല. ഒരു തണുത്ത മനോഭാവം. അതായത് തിന്മ അവരുടെ ജീവിതത്തിൽ വന്നാൽ വന്നു, ആ സമയം വീണു പോകുന്നു, പിന്നെ എഴുന്നേറ്റ് വരുന്നു. അതിനുശേഷം ആ തിന്മയെ വെറുക്കാനുള്ളൊരു മനോഭാവം അവർക്കില്ല. ഇങ്ങനെ തണുത്ത മനോഭാവത്തിൽ ജീവിക്കുന്ന ആൾക്കാർക്കും ദൈവാനുഗ്രഹങ്ങൾ കിട്ടത്തില്ല. ദൈവം അവരെ ഇഷ്ടപ്പെടുന്നില്ല, ദൈവം അവരെ സ്നേഹിക്കുന്നില്ല. എന്നാൽ തിന്മയെ വെറുക്കുന്നവരെ, തിന്മയെ ദ്വേഷിക്കുന്നവരെ കർത്താവ് സ്നേഹിക്കുന്നു. മാത്രമല്ല അങ്ങനെയുള്ള ഭക്തരെ ദൈവം പരിപാലിക്കുകയും ദൈവം സംരക്ഷിക്കുകയും ചെയ്യുന്നു. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 97 അധ്യായം അതിൻ്റെ 10 വചനം പറയുന്നു, തിന്മയെ ദ്വേഷിക്കുന്നവനെ കർത്താവ് സ്നേഹിക്കുന്നു, അവിടുന്ന് തൻ്റെ ഭക്തരുടെ ജീവനെ പരിപാലിക്കുന്നു. പ്രിയപ്പെട്ടവരെ, തിന്മയോടൊരു തണുത്ത മനോഭാവം കാണിക്കാതെ, തിന്മയെ സ്നേഹിക്കാതെ, തിന്മയെ പരിപൂർണമായിട്ട് ദ്വേഷിച്ച് അതിനെ വെറുത്ത് ജീവിച്ചാൽ കർത്താവ് നമ്മളെ സ്നേഹിക്കുകയും നമ്മളെ പരിപാലിക്കുകയും ചെയ്യും. ഈ ഒരു വലിയ കൃപ കിട്ടാനായിട്ട് നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം.